നമ്മൾ പറഞ്ഞു ആ തെരുവിൽ ആ കല്യാണത്തിനും കൂടി നമ്മുടെ മോർപ്പാൽ ആ യൂണിഫോം തന്നെയാണ് ധരിച്ചിരുന്നത് അല്ലേ. അത് കണ്ടിട്ട് നമ്മുടെ മിഹിർ പാണ്ഡേക്ക് എന്താ തോന്നിയത്? വളരെ ആശ്ചര്യമായി തോന്നി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി നോക്കിക്കേ. यह मुझे बहुत बाद में समझ आया कि जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझा करता था. എന്താ പറഞ്ഞുള്ളത്? ഈ മുझे ഇത് എനിക്ക് ബഹുത് ഭാദമേ സംശയക്ക് വളരെ അതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. എന്ത്? ജി സ്കൂൾ മേ ബിതായ സമയം, ഏത് സ്കൂളിലാണോ ഞാൻ എൻ്റെ കുട്ടിക്കാലമൊക്കെ ചിലവഴിച്ച്, ബിതായ എന്ന് പറഞ്ഞാൽ ചിലവഴിച്ചത്. മേ അപ്പനെ ബച്പൻ കാ സബ്സെ ഖരാബ് സമയം സംസാ കർത്താതാ. എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും ഖരാബ് സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ഇഷ്ടമില്ലാത്ത കാലം, ഒരു വൃത്തികെട്ട കാലം എന്നൊക്കെ പറയില്ലേ, ചീത്തക്കാലം. ആ ചീത്തക്കാലമായി എനിക്ക് തോന്നി. ഷായദ്, ഒരു പക്ഷേ വഹി മോർപാൽ കെലിയെ, അത് മോർപാലിന് എന്തായിരിക്കും? ഉസ്കെ ജീവൻ കാ സബ്സെ അച്ഛാ സമയ ഹോത്താതാ. എനിക്ക് എൻ്റെ കുട്ടിക്കാലം എങ്ങനെയാണോ ആ സ്കൂളിലൊക്കെ കഴിച്ചിരുന്ന കാലത്ത് ഒരു വൃത്തികെട്ട ദിവസങ്ങളായിട്ട് തോന്നിയത്, പക്ഷെ ആ ദിവസങ്ങളൊക്കെ മോർപാലിന് എന്തായിരിക്കും? അച്ഛാ സമയ ഹോത്താതാ, നല്ല സമയങ്ങളായിരിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? ഗർക്കി കമർത്തോട് മെഹനത്ത്, വീട്ടിലെ കമർത്തോട് മെഹനത്ത് എന്ന് പറഞ്ഞാൽ എല്ല് മുറിയെ പണി ചെയ്യുക. അങ്ങനെ പരിശ്രമിക്കും. മെഹനത്ത് പരിശ്രമം, കമർത്തോട് എന്ന് പറഞ്ഞാൽ എല്ല് മുറിയെ പണി ചെയ്തിട്ടും, അതേപോലെ തന്നെ ഗേത് മജൂരി എന്ന് പറഞ്ഞാൽ കൃഷിപ്പണിയും അതേപോലെ എല്ല് മുറിയെ പണിയും എല്ലാം വീട്ടിലുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇത്തർ എന്ന് പറഞ്ഞാൽ ശേഷിച്ച സമയം, ഇത്തർ ദിൻക ബാക്കിയുള്ള സമയത്ത്, ഏസാ ഏകമാത്ര സമയം, ആ ഒരു തുച്ഛമായ സമയമായിരിക്കും ജവ് ബച്ചാ ബനാ രഖ് സക്താ. ആ ഒരു കുറച്ച് കാലം, അതായത് നമ്മുടെ സ്കൂളിലൊക്കെ കൂട്ടുകാരുമായി വന്നു പോകുന്ന ആ കാലമായിരിക്കും എന്തായി തോന്നുക? അവനൊരു കുട്ടിയായി മാറുന്നത് എന്നാണ്. ബാക്കിയുള്ളതൊക്കെ എന്താ, വലിയൊരു മനുഷ്യൻ അല്ലെങ്കിൽ വലിയൊരാൾ ചെയ്യുന്ന ജോലി ആയിരിക്കും അവൻ വീട്ടിൽ ചെയ്യുക. ഇനിയിപ്പോൾ കൃഷിപ്പണി ആയിക്കോട്ടെ, വേറെ വല്ല ജോലി ആയിക്കോട്ടെ. അപ്പോൾ സ്കൂളുകളിലായിരിക്കും അവനെന്താവുക, ഒരു കുട്ടിയായിട്ട് കഴിയുന്നത്. പക്ഷേ എനിക്കാണെങ്കിലോ മേലിലെ സ്കൂൾ യൂണിഫോം ബോജ്ദി, എനിക്ക് സ്കൂൾ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരു ഭാരം തന്നെയായിരുന്നു. ആർക്ക്? നമ്മുടെ മിഹിർ പാണ്ഡേക്ക്. മേരെ പാസ് ഉസ്സേ ഭി ബഹത്തർ കപ്പടേ ദേ. ഉസ്സേ ബഹത്തർ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ലതായ കപ്പടേ ദേ, വസ്ത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ജിനെ മേനെ അപ്പനി പസന്ത് സേ ബഡേ ഷഹരോം കെ ബഡേ ബാസാരോം സേ ഖരീദാ താ. അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, മേനെ അപ്പനി പസന്ത്, അപ്പനി പസന്ത് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ബഡേ ഷഹരോം കെ വലിയ ടൗണ്, ഷഹരം എന്ന് പറഞ്ഞാൽ പട്ടണങ്ങൾ, ടൗണിൽ നിന്നും, ബഡേ ബാസാരോം സേ ഖരീദാ താ. ബഡേ ബസാറോ എന്ന് പറഞ്ഞാൽ വലിയ കടകളിൽ നിന്നും ചന്തകളിൽ നിന്നും മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഖരീദാത. ലേക്കിൻ എന്നാൽ മോർപാൽ കെ പാസ് ഏക് മാത്ര കമ്മീസ് പെൻറ്റ് കാ നയാ ജോഡ വ നീലേ ഖാക്കി സ്കൂൾ യൂണിഫോം ഹേദി. പക്ഷേ മോർപാലിൻ്റെ കയ്യിലാണെങ്കിലോ ഒരേ ഒരു കമ്മീസ് പെയിൻറ്റ് കാ നയ, ഒരേ ഒരു ഷർട്ടോ അല്ലെങ്കിൽ പെയിൻറ്റോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താണ്? നയാ ജോഡ എന്ന് പറഞ്ഞാൽ പുതിയ ജോഡി. ഏതാണ്? നീലി കാക്കി സ്കൂൾ യൂണിഫോം ഹീതി. ആ നീലയും കാക്കിയുള്ള സ്കൂൾ യൂണിഫോം മാത്രമേ അവൻ്റെ കയ്യിൽ ഒരു പുതിയത് എന്ന് പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ്? അപ്പോൾ സ്വാഭാവികമാണല്ലേ, സ്വാഭാവിക് ധാക്കി ഉസേ ഹി ഷാദി മേ പഹൻ കറാത്ത. അപ്പോൾ സ്വാഭാവികമാണ്, അവൻ്റെ കയ്യിലുള്ള ആകൊരു പുതിയ ഡ്രസ്സ് എന്ന് പറയാൻ അവൻ്റെ യൂണിഫോം മാത്രമേ ഉള്ളൂ. അത് ധരിച്ചുകൊണ്ട് ആ കല്യാണത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ഉള്ളതാണ് എന്നാണ് നമ്മുടെ മിഹിർ പാണ്ഡേ പറയുന്നത്. അപ്പോൾ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ മിഹിർ പാണ്ഡേ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി പറയാൻ പോകുന്നത് ആ ഫിലിമാണ്. ഇത് ശരിക്കൊരു ഫിലിം ലേഖല്ലേ. ഏതാണ്? അയ്യാം കലാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലിം ലേഖാണ്. അതിൽ പറയാണ്, ഈ അയാം കലാം എന്ന് പറയുന്നത് നീൽമാധവ് പാണ്ഡെ കി അയാം കലാം ദേഖ്തേ ഹുയേ മുझे अपना बचपन बहुत याद आया. അപ്പോൾ നമ്മുടെ മിഹിർ പാണ്ഡെ പറയുന്നത് എന്താ വെച്ചാൽ, നീൽമാധവ് പാണ്ഡെയുടെ അയാം കലാം എന്നുള്ള ആ ഫിലിം കണ്ട ഉടനെ തന്നെ എനിക്ക് എന്ത് ഓർമ്മ വന്നു? അപ്പനാ ബച്ചപ്പൻ, എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വന്നത്. ബഹുത് യാദായ, ഓർമ്മ വന്നത്. ക്യോങ്കി, എന്തെന്നാൽ ഈ ഫിലിം ഭി ഉനീം വിലോമോ കെ ബാരെ മേ ബാത് കർത്തി ഹേ ജിൻസെ മേരെ ബച്പൻ കെ സബ് കിസ്സേ ബനെ ഹെ. എന്തെന്നാൽ ഈ ഫിലിമും ഉനീ വിലോമോ കെ ബാരെ മേ, അങ്ങനെയുള്ളൊരു എതിർപക്ഷത്തിലുള്ളവർ, അതായത് വിലോമം എന്ന് പറഞ്ഞാൽ വിപരീതം, എൻ്റെ എതിർപക്ഷത്തുള്ളവർ അല്ലെങ്കിൽ എൻ്റെ വിപരീതമായിട്ടുള്ളവരെയാണ്, അവരെക്കുറിച്ച് തന്നെയാണ് ഇത്
പറയുന്നത്. ജിൻസെ മേരെ ബച്പൻ കെ സബ് കിസ്സെ ബനെ ഹെ. എൻ്റെ കുട്ടിക്കാലത്ത്, കിസ്സ എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗങ്ങളായിട്ട്, എൻ്റെ കുട്ടിക്കാലത്ത് ആരൊക്കെയാണോ ഓരോ ഭാഗങ്ങളായിട്ട് ചേർന്ന് നിന്നിരുന്നത് അവരെക്കുറിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു അതേ അർത്ഥം വരുന്ന ഒരുപാട് ആളുകളുമായിട്ട് നമ്മുടെ ഈ ഫിലിമിന് ബന്ധമുണ്ട് എന്നാണ് നമ്മുടെ മിഹിർ പാണ്ഡെ പറയുന്നത്. ജിൻസെ മേരെ ബച്പൻ കെ സബ് കിസ്സെ ബനെ ഹെ എന്നാണ്. കിസ്സെ ബനെ ഹെ എന്ന് പറഞ്ഞാൽ വഴിത്തിരിവുകൾ, കഥകൾ എൻ്റെ കുട്ടിക്കാലത്ത്. ഹമാര നായക് കലാം ചായക്ക് ദുക്കാൻ മേം കാം കർത്താ ഹേ. അപ്പോൾ നിങ്ങൾ അയാം കലാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ അയാം കലാം എന്നുള്ള സിനിമയിലെ നായകൻ്റെ പേരും എന്താണ്, ആ കുട്ടിയുടെ പേരെന്താണ്? കലാം എന്ന് തന്നെയാണ് എന്നാണ് അല്ലേ. അപ്പോൾ ഹമാര നായക് കലാം ചായക്ക് ദുക്കാൻ മേം കാം കർത്താ ഹേ. അപ്പോൾ ഈ നായകനായിട്ടുള്ള കലാം ഒരു ചായക്കടയിലായിരുന്നു, ചായക്ക് ദുക്കാൻ എന്ന് പറഞ്ഞാൽ ചായക്കടയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. उसका सपना है स्कूल जाना और टीवी में देखे लंबे बालों वाले രാഷ്ട്രപതി കലാം സാബ് ബനന. അപ്പോൾ എന്തായിരുന്നു അവൻ്റെ ആഗ്രഹം? അവൻ്റെ സ്വപ്നം എന്തായിരുന്നു? സ്കൂൾ ജാന, സ്കൂളിൽ പോവുക. അതുമാത്രമല്ല ടി വി മേ ദേക്കേ, അവൻ ടി വിയിൽ കണ്ടിട്ടുണ്ട് ലംബേ ബാലവും വാലേ, നീണ്ട മുടിയായി കിടക്കുന്ന നമ്മുടെ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാമിനെ പോലെ സാബനന എന്ന് പറഞ്ഞാൽ കലാമിനെ പോലെ ആയിത്തീരുക. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ആരാണ് അനുകരിക്കാൻ കുട്ടി ശ്രമിച്ചത്? നമ്മുടെ ടി വിയിൽ കാണുന്ന നമ്മുടെ കലാമിനെ അനുകരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു അല്ലേ. ലേക്കിൻ ഫിലിം മേം ഏക് ഓർ ബച്ച ഭി ഹേ. അപ്പോൾ ഫിലിമിലെ ഈ കുട്ടി മാത്രം, നമ്മുടെ കലാം മാത്രമല്ല വേറൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. അവൻ്റെ പേരെന്താണ് അറിയോ? ഠാണി കി റാണ കാ ബേട്ട രൺവിജയ്. ഠാണിയിലെ റാണയുടെ മകനായിട്ടുള്ള രൺവിജയ് ആയിരുന്നു ആ കുട്ടി. ജിസെ സ്കൂൾ ജാന കത്തയി പസന്ദ് നഹി. അവനെ സ്കൂളിൽ പോകാമെന്ന് പറയുന്നത് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. കത്തയി പസന്ദ് നഹി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല കത്തയി. നേരത്തെ പറഞ്ഞു, നമ്മുടെ മിഹിർ പാണ്ഡെയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞല്ലേ കത്തയി പസന്ദ് നഹി എന്നുള്ളത്. वही स्कूल जो रणविजय को परीक्षा का डर दिखाकर भयभीत करता है. ആ സ്കൂളാണെങ്കിലോ നമ്മുടെ മിഹിർ പാണ്ഡെനെ പോലെ തന്നെ രൺവിജയ്ക്കോ, ഇവിടുത്തെ ഈ കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഫിലിമിലെ കുട്ടിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ഈ അയാം കലാം എന്നുള്ള ഫിലിമുമായിട്ട് നമ്മുടെ മിഹിർ പാണ്ഡെയുടെ കുട്ടിക്കാലവുമായി ബന്ധമുണ്ട് എന്ന് അല്ലേ. അപ്പോൾ കണക്ഷൻ വരികയാണ് കേട്ടോ. അപ്പോൾ കണക്ഷൻ നമ്മളോട് പറയണം എങ്ങനെയാണ് ബന്ധം എന്നുള്ളത്. അപ്പോൾ ഈ നമ്മുടെ അയാം കലാം എന്നുള്ള ഫിലിമിൽ കലാമിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു കുട്ടിയുള്ളതാണ് രൺവിജയ്. ആ കുട്ടിക്ക് എന്താ സ്കൂളിൽ പോകാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. മാത്രമല്ല അവന് പരീക്ഷാ പേടിയുമായിരുന്നു. പരീക്ഷാ ഡർ ദിക്കാക്കർ, പരീക്ഷ പേടി കണ്ടിട്ട് ഭയഭീത് കർത്ത. ആ പരീക്ഷ എന്ന് പോലെ അവനെ പേടിപ്പിക്കുന്ന ഒരു വസ്തുമായി, ഭയഭീത് കർണ എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന ഒരു വസ്തുവായിട്ട് അവന് തോന്നിയെന്നാണ്. കലാം കോ എക് അലഗ് ജീവൻ ബെഹത്തർ ജീവൻ കാ സപ്ന ദിക്കാത്താ ഹേ. കലാമിനാണെങ്കിലോ ആ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു വേറിട്ടൊരു സന്തോഷം നിറഞ്ഞ ദിനങ്ങളായി തോന്നിയെന്നാണ്. ബെഹത്തർ ജീവൻ, ഒന്നും കൂടി മെച്ചപ്പെട്ടുള്ളൊരു ജീവിതം നമ്മുടെ സ്കൂളിൽ കിട്ടുമെന്ന് ആർക്ക് തോന്നി? ആ കലാമിന് തോന്നി. അവൻ ആ സ്വപ്നമായിരുന്നു കണ്ടിരുന്നത്. നമ്മുടെ രൺവിജയ്ക്കാണെങ്കിൽ സ്കൂളിൽ പോകുന്നത് തീരെ ഇഷ്ടമല്ല, എന്ന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മുടെ കലാം അല്ലേ. അടുത്തതാണ് ഫിലിമിൽ ഇൻ दोनों बच्चों की पहली मुलाकात के वक्त के संवाद भी बड़े मज़ेदार हैं और ഖാസ് ഇഷാര भी करते हैं എന്നാണ്. എന്താണ് ഫിലിമിനെ നോക്കുകയാണെങ്കിൽ രണ്ട് കുട്ടികളുടെയും കഥയാണ്. അപ്പോൾ ഈ കഥ മാത്രമല്ല അവരുടെ പഹലി മുലാഖാത്ത്, അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ച, മുലാഖാത്ത് എന്ന് പറഞ്ഞാൽ കൂടിക്കാഴ്ചയും മുലാഖാത്ത് വക്ത് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുന്ന ആ സമയത്തുള്ള സംവാദ് ഭി എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള സംഭാഷണവും ബഡേ മസേദാർ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, വളരെ തമാശ നിറഞ്ഞെന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. അവർ ഖാസ് ഇഷാര ഭി കർത്തേ ഹേ. അത് വളരെയധികം പ്രധാനപ്പെട്ട സംഭവമായി അല്ലെങ്കിൽ വിശേഷപ്പെട്ട സംഭവമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ സംഭാഷണം നോക്കിക്കുക അവർ രണ്ടുപേരും തമ്മിലുള്ള. അപ്പോൾ കലാമ ചോദിക്കുകയാണ്, ഇത്രയും സാരി കിതാബേ, ഇത്രയധികം പുസ്തകങ്ങളോ, കായ്ക്ക് ഹേ, എന്തിനാണ് ഇതൊക്കെ? രൺവിജയ് പറയണ, ആപ്കോ അംഗ്രേസി നെഹി മാത്തി ഹേ ക്യാ? നിനക്ക് അംഗ്രേസി അറിയില്ലേ, ഇംഗ്ലീഷ് അറിയില്ലേ നിനക്ക്? അംഗ്രേസി പറഞ്ഞാൽ ഇംഗ്ലീഷ്. കലാം, തേരൊക്കെ പേട് പർ ചടനാത്താ ഹേ, നിനക്ക് മരം കയറാൻ അറിയോ? പേട് പർ ചടന എന്ന് പറഞ്ഞാൽ മരം കയറാൻ നിനക്കറിയോ? രൺവിജയ് പറയണം,
ഹമേ ഘോഡെ പർ ചढ़ना आता है. ആ എനിക്ക് നിങ്ങൾക്ക് കുതിരപ്പുറത്ത് കയറാൻ അറിയോ? आपको घुड़सवारी आती है. കുതിരപ്പുറത്ത് സവാരി ചെയ്യാൻ അറിയോ എന്ന് ചോദിക്കുകയാണ്. ഗുഡ്സവാരി എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നത്, ഘോഡെ പർ ചढ़ना എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് കയറുന്നത്. അപ്പോൾ കലാം പറയാണ് മേരൊക്കെ ഊണ്ട് പർ ചढ़ना आता है. എനിക്ക് ഒട്ടകത്തിന്, ഊണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടകം, എനിക്ക് ഒട്ടകത്തിൻ്റെ മുകളിൽ കയറാൻ അറിയാം. തേരേക്കോ ക്യാ ഊണ്ട് കി ദവാ കർണി ആത്തി ഹെ. നിനക്ക് ഒട്ടകത്തിന് മരുന്ന് നൽകാൻ സാധിക്കുമോ? ദവാ കർണ എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുക്കുക. നിനക്ക് ഒട്ടകത്തിന് മരുന്ന് കൊടുക്കാൻ സാധിക്കുമോ? इन संवादों के बाद कलाम और रणविजय के बीच घुड़सवारी सीखने और पेड़ पर चढ़ना सिखाने के लेन देन को लेकर दोस्ती हो जाती है. അപ്പോൾ അവർ പരസ്പരം പറയുകയാണല്ലേ. അപ്പോൾ അതിനുശേഷം അവരെന്ത് ചെയ്തു? അവർ വളരെ നല്ല സുഹൃത്തുക്കളായി മാറി. എന്നിട്ടോ ഗുഡ്സവാരി, ഒരാൾക്ക് എന്ത് ചെയ്യുക? കുതിരപ്പുറത്ത് കയറാൻ അറിയില്ല. ഗുഡ്സവാരി സീക്കിനെ ഒരാൾ കുതിരപ്പുറത്ത് കയറുന്നത് അല്ലെങ്കിൽ സവാരി ചെയ്യുന്നത് പഠിപ്പിക്കുകയും, സീക്കിനെ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാനും, മറ്റൊരാൾ പേട് പർ ചढ़ना മരത്തിൽ കയറുന്നത് പഠിപ്പിക്കാനും, അങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ എന്നാണ് അല്ലേ. കൊടുക്കൽ എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലുകൾ ആക്കിയിട്ട് എന്ത് ചെയ്യും? നല്ല സുഹൃത്തുക്കളായി മാറി. ഇത് നിങ്ങൾ കണ്ടിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ മിഹിർ പാണ്ഡെയും മോർപാലും അവരെങ്ങനെയാണ് കൈമാറിയത്? ഒരാൾ മോര് കൈമാറിയപ്പോൾ മറ്റൊരാളോ രാജ്മ, നല്ല പരിപ്പ് കറി അല്ലേ, അതും ഒരു ലെയിൻദേനാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഈ അയാം കലാം എന്നുള്ള ഫിലിം നമ്മുടെ മിഹിർ പാണ്ഡെയുടെ ലൈഫുമായിട്ട് ബന്ധമുണ്ട് എന്ന് മിഹിർ പാണ്ഡെ പറയുന്നത്. फिल्म के किस्सों में एक यादगार किस्सा चाय की दुकान चलाने वाले की अधूरी एक तरफा प्रेम का भी है. അതായത് ഫിലിം കി കിസ്സോമേ, ആ ഫിലിമിന് ഒരുപാട് കഥകളുണ്ടാവില്ല. ഒരു ചെറിയ ചെറിയ കഥകളിൽ, കിസ്സോമേ എന്ന് പറഞ്ഞാൽ കഥകളിൽ एक यादगार किस्सा, ഒരു ഓർത്ത് വെക്കാനുള്ള ഒരു കഥ കൂടിയുണ്ട്. ആ കഥ എന്താണ്? ചായ് കി ദുക്കാൻ ചലാനെ വാലേക്ക്, അതായത് ചായക്കട നടത്തുന്ന അയാളുടെ ഒരു അധൂരെ എന്ന് പറഞ്ഞാൽ അപൂർണമായ, പൂർത്തിയാക്കാൻ സാധിക്കാത്ത, ഏക് തരഫ എന്ന് പറഞ്ഞാൽ വൺ വേ ലവ്. ആ വൺ വേ ലവിനെ കുറിച്ച്, അപൂർണമായ വൺ വേ ലവിനെ കുറിച്ചിട്ടും ഇതിൽ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഉസ് ലഡ്കെ ഖാബി ജോ സുദൂർ ബീഹഡ് മേം ഭേട്ട അമിതാഭ് की फिल्में देख देख कर और उनकी नकल करके खुद അമിതാഭ് ഹോ ജാനാ ചാത്ത ഹെ. ഏതൊരു ആൺകുട്ടിയുടെ കഥയും കൂടെ അതിൽ പറയുന്നുണ്ട്. ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? സുദൂർ ബീഹഡ് മേം, സുദൂർ ബിഹഡ് എന്ന് വെച്ചാൽ അപരിഷ്കൃതമായിട്ടുള്ള ഭൂമിയിലിരുന്നു കൊണ്ട് അമിതാഭിക്ക്, നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ ഫിലിമേം ദേക്ക് ദേക്ക് കർ, ആ ഫിലിംസൊക്കെ കണ്ടിട്ട് അതിൽ ആ അമിതാഭ് ബച്ചൻ ആകൃഷ്ടനാവുകയാണ് അല്ലേ. ഉനക്ക് നക്കൽ കർക്കെ, അതിൽ അവർ അനുകരിക്കാൻ ശ്രമിക്കും. നക്കൽ കർക്കെ എന്ന് പറഞ്ഞാൽ അനുകരിക്കാൻ ശ്രമിക്കുന്ന. ഖുദ് അമിതാഭ് ഹോ ജാനാ ചാത്താ ഹെ, ഞാനും അമിതാഭ് ആവാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ അമിതാഭ് ബച്ചനെ അനുകരിക്കുന്ന കുട്ടിയുടെ കഥയും കൂടി അതിൽ പറയുന്നുണ്ട് എന്നാണ്. ബസ് ഏക്ക് ഫർക്ക് ഹെ, പക്ഷേ ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. ഫർക്ക് എന്ന് പറഞ്ഞാൽ വ്യത്യാസം. എന്താണ് വ്യത്യാസം? ഫിലിമേം കലാം ദിലീപ് ഹി പഹുഞ്ചത്താ ഹെ. ഫിലിമിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ കലാം, ഒരിക്കലും അബ്ദുൽ കലാം ജിനെ കുറിച്ചിട്ടല്ല കേട്ടോ പറയുന്നത്. കലാം എന്ന പേരുള്ള കുട്ടിയുടെ കുറിച്ചുള്ള ആ കുട്ടിയുടെ കഥയാണ്. ആ കുട്ടി നമ്മൾ APJ അബ്ദുൽ കലാമിനെ അനുകരിക്കാൻ, അല്ലെങ്കിൽ അതിൽ അവന് ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അത് മാറിപ്പോരുതേ. കലാം ദില്ലീപ് ഹി പहुंचता है. നമ്മൾ എന്ത് ചെയ്യുന്നു? കലാം എന്ത് ചെയ്യുന്നു? ഡൽഹിയിൽ എത്തുന്നുണ്ട് അല്ലേ. और उसे अपनी पसंद के स्कूल जाने का मौका भी मिलता है. അവന് ഇഷ്ടമുള്ള സ്കൂളിൽ ചേരാനുള്ള, അവന് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, ആ ഇഷ്ടമുള്ള സ്കൂളിൽ ചേരാനുള്ള അവസരവും, മോക്ക എന്ന് പറഞ്ഞാൽ അവസരവും അവന് കിട്ടുന്നുണ്ട്. ലേക്കിൻ മേരെ ബച്ചുപ്പൻ മേം ഏസാ നഹീം ഹോത്താവ്. അപ്പോൾ നമ്മുടെ മിഹിർ പറയുന്നുണ്ട്, എൻ്റെ കുട്ടിക്കാലവുമായി ബന്ധമുണ്ട്. മിഹിറും മോർപാലുമാണ് ശരിക്കും നമ്മുടെ ഈ അയാം കലാം എന്നുള്ള ഫിലിമിൽ നമ്മുടെ കലാമും രൺവിജയും അല്ലേ. അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ മോർപാൽ പക്ഷേ എന്ത് ചേരുന്നില്ല? സ്കൂളിൽ പോകുന്നില്ല. അവൻ മോർപാൽക്ക സ്കൂൾ 8വീं के बाद छूट जाता है. അവൻ 8ന് ശേഷം അവന് നിർത്തുന്നു. സ്കൂളിൽ പോകുന്നത് എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുക എന്നൊക്കെ പറയില്ല. 8ാം ക്ലാസ് വരെ അവൻ പോയില്ലോ. ചൂട് ചാത്താഹ അല്ലെങ്കിൽ ചുടുവാ ദിയാ ജാത്താഹ എന്ന് പറയുന്നത് വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാവാം അല്ലേ. അവന് 8ാം ക്ലാസ് വരെ പോകാനേ അവന് സാധിച്ചുള്ളൂ. അവർ വഹ് അപ്നെ പിതാക്കി തര ആജ് ഭി വഹീം ഖേദ് മസൂരി കർത്താ ഹെ. അപ്പോൾ ഇപ്പോഴും അവൻ എന്താ ചെയ്യുന്നത്? അപ്പനെ പിതാക്കി തര, അവൻ്റെ അച്ഛനെ പോലെ തന്നെ ആജ് ഭി ഇന്നും വഹീം ഖേദ് മസൂരി കർത്താ ഹെ, കൃഷിപ്പണിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ്. ഇസ്ലിയെ മേരെ ലിയേ
കലാം കി കഹാനി സൗമീം ഏക് കി കഹാനി ഹേ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അയാം കലാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫിലിമിലെ ആ കഥ എൻ്റെ ജീവിതത്തിൽ വെറും ഒരു 100-ൽ എന്താ പറയുക ഒറ്റൊരു കഥ മാത്രമാണ് എന്നാണ്. കാരണം എന്താ, ഹമേ ബാക്കി 99 കഹാനിയോ കോ കഭി ഭൂൽനാ നഹീ ചാഹിയേ ജോ ഹമാരെ ബച്പനോ മേ ഹേ. ചിലപ്പോൾ ഈ ഒരു ഒറ്റ സംഭവം അല്ലെങ്കിൽ ഒരു കഥ മാത്രമായിരിക്കും എൻ്റെ കുട്ടിക്കാലം, അതായത് ഒരുപാട് കഥകൾ ഇനിയും ഉണ്ട് എൻ്റെ കുട്ടിക്കാലത്തിൽ സംഭവിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഹമേ ബാക്കി 99 കഹാനിയോ, ബാക്കി 99 എന്ന് പറഞ്ഞാൽ 99 കഥകളും എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ്. കഭി ഭൂൽനാ നഹീ ചാഹിയേ, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. ഭൂൽന എന്ന് പറഞ്ഞാൽ മറക്കുക, ഭൂൽന നഹീ ചാഹിയേ, മറക്കാൻ പാടില്ല. ജോ ഹമാരെ ബച്പനോ മേ ഹേ, അന്ന് എപ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ കുട്ടിക്കാലത്ത് സംഭവിച്ചിരുന്ന 99% അല്ലെങ്കിൽ 99 കഥകളും നമ്മൾ മറക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഫിലിമേം ഹമാരെ നായക കാ അസൽ നാം കലാം നഹീ ഹേ. അപ്പോൾ ഫിലിമിൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ കലാം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ സംബോധന ചെയ്തതല്ലേ, പക്ഷേ യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ പേര് കലാം എന്നല്ലായിരുന്നു. എന്തുകൊണ്ടാണ് അത് നോക്കിക്കേ. ഠാണെ पर काम करने वाले और बच्चों की तरह उसे भी सब छोटू का घर बुलाते हैं. അപ്പോൾ ഠാണി ആ ഗ്രാമത്തിൽ ജോലി ചെയ്യുന്ന മറ്റു കുട്ടികളെയും അവിടുത്തെ എല്ലാവരും എന്താ വിളിച്ചിരുന്നത്, മറ്റു കുട്ടികളെ പോലെ തന്നെ ഇവനെയും ചോട്ടു ചെറുതേ എന്ന് വിളിക്കില്ല, ചോട്ടു എന്ന് വിളിച്ചിട്ടായിരുന്നു വിളിച്ചിരുന്നത്. उसकी माँ, അവൻ്റെ അമ്മയാണെങ്കിലോ ജैसलमेर के किसी सुदूर देहात से आकर उसे भाटी साकी चाय की दड़ी पर काम करने के लिए छोड़ जाती है എന്നാണ്. അവൻ്റെ അമ്മ, ഈ കലാമിൻ്റെ കുട്ടിയുടെ അമ്മ രാജസ്ഥാനിലെ ജയ്സൽമേറുള്ള കിസി സുദൂർ ദേഹാത്ത് സേ എന്ന് പറഞ്ഞാൽ ഏതോ വിദൂരത്തുള്ള ഒരു ദേഹാത്ത് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നും വന്നിട്ട് ഉസേ ഭാട്ടീസാക്കി, ആ ഭാട്ടീസ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ചായ്ക്ക് ദടി എന്ന് പറഞ്ഞാൽ ചായക്കടയിൽ അവനെ ജോലി ചെയ്യുന്ന കാം കർണേ കേ ലിയേ ഛോഡ് ജാത്തി ഹെ, അവിടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി ഇവനെ ആക്കി കൊടുത്തു. അപ്പോൾ അംഗ്രേസി തോക്യ ഹിന്ദി ബി ടീക് സെ നഹീ ജാനത്തി, അവന് ഇംഗ്ലീഷ് മാത്രമല്ല ഹിന്ദി പോലും അവന് അറിയില്ല എന്നാണ് ആര്, നമ്മുടെ കലാമിന്. ലേക്കിൻ ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ നഹീ ജീനാ ചാത്ത, അവന് ചോട്ടു എന്നുള്ളത് എല്ലാ കുട്ടികളെയും അവിടുത്തെ എല്ലാവരും ചോട്ടു എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ആ കുട്ടി പറയണ ഞാനവിടെ ചോട്ടു എന്ന വിളിപ്പേരിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല. സിർഫ് ചോട്ടു ഹോക്കർ നഹീ ജീനാ ചാത്ത, വെറും ചോട്ടുവായിട്ട് മാത്രം ഞാൻ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഖുദ് ഹി, അവൻ സ്വയം എന്ത് തിരഞ്ഞെടുത്തു, അപ്നാ നാം, എൻ്റെ പേര് കലാം രഖ് ഹെ, അവൻ്റെ പേര് അവൻ തന്നെ കലാം എന്ന് ആക്കി മാറ്റി. ഇസ് നാമേം ഉസ്കി ആകാംക്ഷാവോ കാ അക്സ് ഹേ, അവൻ എന്തുണ്ടായിരുന്നു, ഐ കലാം എന്ന് എന്തുകൊണ്ടാണ് അവൻ പേരിടാൻ കാരണം, നമ്മുടെ APJ അബ്ദുൽ കലാം ജീനെ പോലെ അവൻ ആവാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ അബ്ദുൽ കലാം ജിയുടെ സ്വപ്നങ്ങളും അതൊക്കെ തൻ്റെ ജീവിതത്തിലും കൊണ്ടുവരാൻ, അതാണ് അക്സ് ഹേ എന്ന് പറഞ്ഞാൽ ഒരു നിഴൽ, ആകാംക്ഷകളുടെ ഒരു നിഴൽ ആ ഒരു പേരിടുന്നതിൽ അവന് മുൻകൂട്ടി കണ്ടു എന്നാണ്. ഉസ്കി ഹാത്ത് കി ബനായി ചായ മേ ജാദു ഹേ, അവൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചായയിൽ പോലും എന്തുണ്ട്, ഒരു മാന്ത്രികത ഉണ്ട്. ജാദു എന്ന് പറഞ്ഞാൽ മാന്ത്രികതയുണ്ട്. ഭാട്ടീസ ഭി, നമ്മുടെ ഉടമസ്ഥനായ ചായക്കടയുടെ ഉടമസ്ഥനായ ഭാട്ടീസ പോലും ഉസ്കി കലാകാരിക്ക് വാ കർത്തേ നഹീ തക്തേ, അവൻ്റെ ആ മാന്ത്രികതയിൽ അവൻ്റെ ആ കലാപ്രകടനം, അതായത് ചായ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൽ കണ്ടിട്ട് അവനെ വാ കർണ എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക, ആ പ്രശംസിക്കുന്നതിന് ഒരിക്കലും നഹീ തക്തേ, മടി കാണിച്ചില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ മടി കാണിക്കുക, ഒരിക്കലും മടി കാണിച്ചില്ല. എപ്പോഴും ഭാട്ടീസ അവനെ പ്രശംസിച്ചു കൊണ്ടേയിരുന്നു. ജഗ് ഹേസി ഹേക്കി വിദേശി ടൂറിസ്റ്റ് ബഹുത്താത്തെ ഹേ, അവൻ ജോലി ചെയ്യുന്ന ചായക്കട ഇതൊക്കെ അല്ലേ, ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് വിദേശികൾ എപ്പോഴും വരുന്ന ഒരു സ്ഥലമായിരുന്നു. ബഹുത്താത്തെ, ഒരുപാട് വന്നിരുന്നു. കലാം സീഖ്നെ മേ തേസ് ഹേ, എന്നാൽ നമ്മുടെ കലാമാണെങ്കിലോ പഠിക്കുന്ന കാര്യത്തിൽ മിടുക്കനായിരുന്നു. തേസ് ഹേ എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിലാണ്, പെട്ടെന്ന് അവന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും. झट से उनकी बोली सीख जाता है और जल्दी ही विदेश से आई लूसी मैडम का भी दिल जीत लेता है. झट से പെട്ടെന്ന് തന്നെ അവൻ അവിടുത്തെ ഉൻകി ബോലി സീഖ് ജാത്ത, അവിടുത്തെ പ്രാദേശിക ഭാഷ പഠിച്ചെടുത്തു. മാത്രമല്ല ജൽദി ഹി, പെട്ടെന്ന് തന്നെ വിദേശിയായി ലൂസി മേഡം കാബി,
പെട്ടെന്ന് തന്നെ വിദേശത്ത് വന്ന ലൂസി മേഡത്തിൻ്റെ ഒരു പേരാണ് ലൂസി മേഡത്തിൻ്റെ ദിൽ ജീത് ലേത്താ ഹെ, അവരുടെ ഹൃദയം കവർന്നെടുത്തു, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ കയറി പറ്റാൻ കഴിഞ്ഞു. എന്നിട്ടോ ലൂസി മേഡം അവന് വാദാക്കർത്തി, അവന് വാക്ക് കൊടുത്തു. വാദാക്കർണ എന്ന് പറഞ്ഞാൽ അവന് വാക്ക് കൊടുത്തു. എന്താ വാക്ക് കൊടുത്തത്? വ്യൂസി അപ്പനെ സാത്ത് ദില്ലിയിലേക്ക് ജായെങ്കി, അവൻ്റെ കൂടെ കൂട്ടിയിട്ട് ദില്ലി ലേഖർ ജായെങ്കി, അവരുടെ കൂടെ ഇവനെയും കൊണ്ടുപോകും. എവിടേക്ക്? ദില്ലിയിലേക്ക് എന്ന് അവന് വാക്ക് കൊടുത്തു. ദില്ലി മെയിൻ ഡോക്ടർ കലാം ഹെ, ഡൽഹിയിലാണെങ്കിലോ നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഉണ്ട്. ജിൻസെ മിൽക്കർ, അവരെ കണ്ടുമുട്ടിയിട്ട് ഹമാരേ കലാം കോ, നമ്മുടെ ഈ കലാമിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്നാണ് പറയുന്നത്. ഏക് ദിൻ രൺവിജയ് കോ ഉസ്കെ സ്കൂൾ മേ ഭാഷൺ ദേനെ കെ ലിയെ കഹാ ജാതാ ഹെ. അപ്പം ഒരു ദിവസം നമ്മുടെ രൺവിജയന് അവൻ്റെ സ്കൂളിൽ ഒരു പ്രസംഗം നടത്തുന്നതിനുള്ളൊരു അവസരം ലഭിച്ചു. കഹാ ജാതാ ഹെ രൺവിജയ് പരേശാൻ ഹെ ക്യോങ്കി ഉസ്കി ഹിന്ദി ഇത്തനേ അച്ചി നഹി ഹെ. അപ്പം എന്താണ്? രൺവിജയ് ആകെ അസ്വസ്ഥനാണ്. പരേശാൻ എന്ന് പറഞ്ഞാൽ ആകെ അസ്വസ്ഥനാണ്. എന്തെന്നാൽ ഉസ്കി ഹിന്ദി ഇത്തനേ അച്ചി നഹി ഹെ, അവന് ഹിന്ദി അത്ര വശമുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ കലാമിനോ, കലാം ജാൻതാ ഹെ, കലാമിനത് അറിയാമായിരുന്നു. അതുകൊണ്ട് അവനെന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഭാഷണിലേക്ക് ഒരു നല്ലൊരു ഭാഷണം എഴുതിയിട്ട്, നല്ലൊരു പ്രസംഗം എഴുതിയിട്ട് അവനെ ദോസ് രൺവിജയ്ക്കോ ദേതാ ഹെ, അവന് സുഹൃത്തായ രൺവിജയ്ക്ക് നൽകുന്നു. അങ്ങനെ രൺവിജയ് പ്രഥം പുരസ്കാർ പാത്താ ഹെ. അപ്പോൾ പ്രസംഗമൊക്കെ നടത്തിയിട്ട് നമ്മുടെ രൺവിജയ്ക്ക് പ്രഥം പുരസ്കാർ, ഫസ്റ്റ് പ്രൈസ് തന്നെ, ഒന്നാം സമ്മാനം തന്നെ ലഭിക്കുന്നു. ഇസ് ബീച്ച് റാണാ സാക്കി കാരിന്ദേ കലാം കി ഘർ തലാശി ലേനെ ആത്തെ ഹെ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ രൺവിജയുടെ വീട്ടിൽ നിന്നും റാണാസാക്കി കാരിന്ദയും അവരുടെ സേവകർ, കാരിന്ദേ എന്ന് പറഞ്ഞാൽ സേവകർ, കലാം കി ഘർ തലാശി ലേനെ ആത്തെ ഹെ, നമ്മുടെ കലാമിൻ്റെ വീട് സെർച്ച് ചെയ്യാൻ വേണ്ടി, തലാശി ലേനെ ആത്തെ ഹെ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ നിന്നും അവർക്ക് കുംവർ രൺവിജയ് കി ചീസോ കോ പാ കലാം പർ ചോരി കാരോ, അതായത് അവിടെ നിന്നും അവർക്ക് നമ്മുടെ കുമാരനായ രൺവിജയ്, അവരുടെ വീട്ടിലെ കുട്ടിയാണല്ലോ, അപ്പോൾ ആ കുംവർ രൺവിജയ് കി ചീസോ കോ, രൺവിജയുടെ കുറച്ച് സാധനങ്ങളൊക്കെ കലാമിൻ്റെ വീട്ടിൽ നിന്നും കണ്ടെടുക്കുന്നു. എന്നിട്ടോ കലാം പർ ചോരി കാരോ ലഗാത്തേ ഹെ, നമ്മുടെ കലാമിൻ്റെ മേലെ കുറ്റം ആരോപിക്കുന്നു. ചോരിക്ക ആരോപം എന്ന് പറഞ്ഞാൽ കുറ്റം ആരോപിക്കുന്നു. കാരണം രൺവിജയിൻ്റെ സാധനങ്ങളൊക്കെ അവൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഒരു കള്ളനാക്കി മാറ്റി നമ്മുടെ കലാമിനെ. പക്ഷേ ലേക്കിൻ കലാം ഫിർ കലാം ഹെ, നമ്മുടെ കലാം തന്നെയാണ്. ഇസ് झूठे आरोप के सामने भी अपने दोस्ती का प्रण नहीं तोड़ता. ഈ झूठे आरोप, ഈ തെറ്റായ ആരോപണം ഉന്നയിച്ചു അല്ലേ, അതിൻ്റെ മുന്നിലേക്ക് സാമനെ ഭി, അതിൻ്റെ മുന്നിൽ അപ്പനെ ദോസ്തി കാ പ്രൺ നെഹി തോടുത്ത, തൻ്റെ സുഹൃത്ത് ബന്ധത്തിൻ്റെ, തൻ്റെ സൗഹൃദത്തിൻ്റെ ആ ഒരു ശബ്ദം, പ്രൺ എന്ന് പറഞ്ഞ ശബ്ദം മറന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ശബ്ദത്തെ, ആ ഒരു സുഹൃത്ത് ബന്ധത്തെ അവൻ നഷ്ടപ്പെടുത്തിയില്ല എന്നാണ് പറയുന്നത്. ഏ ജാൻകർ കി राणा कुंवर को उससे की दोस्ती की सजा देंगे वह चोरी का इल्ज़ाम सह जाता है എന്നാ പറയുന്നത്. ഹേ ജാൻകർ, എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്? ഹേ ജാൻകർ, ഇതറിഞ്ഞിട്ടാണ് റാണ കുംവർക്കോ, നമ്മുടെ നമ്മുടെ രാജകുമാരനായ റാണയ്ക്ക് ഉസസേ കി ദോസ്തി കി സസാ ദേംഗെ, കാരണം അവരൊക്കെ വലിയ വലിയ ആളുകളാണല്ലേ. അപ്പോൾ ഈ ഒരു താഴെ തട്ടിലുള്ള ഈ ഇവനോട് കൂട്ടുകൂടിയതിനുള്ള ഒരു ശിക്ഷ ആർക്ക് കിട്ടും? നമ്മുടെ തൻ്റെ ഉറ്റ സുഹൃത്തായ ആ കുംവറിന് അല്ലേ, റാണ കുംവറിന് ലഭിക്കും. അതുകൊണ്ട് തന്നെ സസാ ദേംഗെ എന്ന് പറഞ്ഞാൽ ശിക്ഷ ലഭിക്കും അവന്. വ ചോരി കാ ഇൽസാം സഹ ജാത്താ ഹെ, ചോരി എന്ന് പറഞ്ഞാൽ മോഷണം അല്ലേ, ഇൽസാം എന്ന് പറഞ്ഞാൽ കുറ്റം, മോഷണം ചെയ്തു എന്നുള്ള കുറ്റം അവന് അങ്ങനെ സഹിക്കുന്നു. സഹജാത്താഹ എന്ന് പറഞ്ഞാൽ അവൻ ഒറ്റയ്ക്ക് അത് ഏറ്റെടുക്കുന്നു, സഹിക്കുന്നു. पर उन्हें अपनी दोस्ती के बारे में नहीं बताता. ഒരിക്കലും നമ്മുടെ കലാം എനിക്ക് ആ റാണയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഞാൻ അവൻ്റെ സുഹൃത്താണ് എന്നുള്ള കാര്യം അവരോട് ഒരിക്കലും പറഞ്ഞില്ല. യഹീം വഹ തൈ കർത്താ ഹെ കി വഹ अपनी चिट्ठी सीधे अपने हम नाम डॉक्टर कलाम को दिल्ली जाकर खुद देगा. അവരങ്ങനെ
തൈ കർത്താ ഹേ, അവൻ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. എന്താ ഉറപ്പിക്കുന്നത്? അപ്പോൾ അപ്പനെ ചിട്ടി, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞൂലേ നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട്. അപ്പനെ ചിട്ടി, തൻ്റെ കത്ത് സീതെ നേരിട്ട് തന്നെ അപ്പനെ ഹംനാം എന്ന് പറഞ്ഞാൽ ഒരേ പേരുള്ള അല്ലേ ഹംനാമായിട്ടുള്ള നമ്മുടെ ഡോക്ടർ കലാം കോ ദില്ലി ജാക്കർ ഖുദ് ദേങ്കി, ദില്ലിയിൽ പോയിട്ട് എന്നെ കൊണ്ടാവെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ മേഡം. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് ഞാൻ നേരിട്ട് തന്നെ നമ്മുടെ APJ അബ്ദുൽ കലാമിനെ എനിക്ക് പറയാനുള്ള ഒരു കത്ത് കൈമാറും. ഓർ അഖീലാ ഹി നിക്കൽ പടുത്താ ഹേ, അങ്ങനെ അവൻ ഒറ്റയ്ക്ക് തന്നെ പുറപ്പെടാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അഖീലാ ഹി, ഒറ്റയ്ക്ക്, നിക്കൽ പടുത്താ ഹേ, നിക്കൽ പഠന എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു. രാസ്തേമേ മുഷ്കിലേ ഹേ, വഴിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ലേക്കിൻ കഥാക്കെ അന്തമേം, എന്നാൽ കഥയുടെ അവസാനത്തിൽ എന്താവുന്നത്? കലാം കോ അപ്പനി മൻസിൽ മിൽത്തി ഹേ, കഥയുടെ അവസാനം നമ്മുടെ കലാമിന് തൻ്റെ ലക്ഷ്യസ്ഥാനം, തൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ സാധിക്കുന്നു. അപ്പം ഇനി മൻസിൽ മിൽത്തി ഹേ, മൻസിൽ എന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനം കിട്ടുന്നു, അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ അവൻ എത്തിച്ചേരുന്നു എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അയാം കലാം എന്നിട്ട് പറഞ്ഞിട്ടുള്ള ഫിലിമിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മുടെ മെഹിർജി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ കഥ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താണ്? അയാം കലാം കി ബഹാനെ എന്നാണ്. ഞാൻ കലാം എന്ന വ്യാജേന എന്നാണ് അല്ലേ. ആര് കലാം എന്ന വ്യാജേന? നമ്മുടെ മെഹിർജിയുടെ ചെറുപ്പകാലവും നമ്മുടെ ഈ കലാമിൻ്റെ ചെറുപ്പകാലവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞു അല്ലേ. മെഹിർജിയും മോർപാലും എങ്ങനെയാണോ അതേപോലെയാണ് ഈ ഫിലിമിലെ കലാമും അവൻ്റെ ഫ്രണ്ടായ ആര്? റൺവിജയും അല്ലേ. അപ്പോൾ എത്രത്തോളം സാർത്ഥകമാവുകയാണ് ഇവിടെ ആ ഹെഡിങ് അല്ലേ. അയാം കലാം കി ബഹാനെ, നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള മിഹിർ ആ കുട്ടി കലാം എന്ന വ്യാജേനയും, അതേപോലെ തന്നെ ഈ ഫിലിമിൽ നോക്കുകയാണെങ്കിൽ അബ്ദുൽ കലാം എന്ന വ്യാജേന എന്നും ആ ഒരു ഇതിലും പേരിലും, അതാണ് പേര് മാറ്റാൻ തന്നെ ആ കുട്ടി കാരണം എന്താണ്? കലാമിൻ്റെ പ്രസംഗത്തിലും കലാമിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആകർഷണനായതുകൊണ്ടാണ്. ശരി തന്നെയല്ലേ? മാത്രമല്ല ഒരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇതും കൂടെ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ APJ അബ്ദുൽ കലാം ജി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? സ്വപ്നം കാണാൻ അല്ലേ. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ചിന്തകളെ എന്താക്കണം? സഫലമാക്കി മാറ്റണം അല്ലേ. ഇവിടെ ഈ ഫിലിമിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കലാം എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ്റെ ആ മൻസിൽ, അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നില്ലേ അല്ലേ. അവന് ഡൽഹിയിൽ ചെന്നിട്ട് കലാമിനെ കാണണം എന്നുള്ളൊരു വാശി അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു അല്ലേ. മാത്രമല്ല വെറും ചോട്ടു എന്ന പേരിൽ മാത്രം അവൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടുകൂടിയാണ് കലാം എന്ന് പേരാക്കി മാറ്റിയത്. എല്ലാം കൊണ്ടും അവൻ സക്സസ് ആയി അല്ലേ. അവൻ്റെ സ്വപ്നം കണ്ടു, അതിനെക്കുറിച്ച് ചിന്തിച്ചു, അത് ലക്ഷ്യസ്ഥാനത്തിൽ അവനെ എത്തിച്ചു. ശരി തന്നെയല്ലേ? ഇതുകൊണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പാഠം, നമ്മുടെ അയാം കലാം കെ ബഹാനെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫിലിം ലേക്ക് നമ്മളുടെ ലൈഫിലും സ്വാധീനം ചെലുത്തും. ശരിയല്ലേ? നിങ്ങൾക്കൊരു ലക്ഷ്യമില്ലേ? ആ ലക്ഷ്യം നേടാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങളാദ്യം സ്വപ്നം കാണുക, സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. അത് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് തീർച്ചയായും എത്തിക്കും. അപ്പോൾ മക്കളെ, നിങ്ങൾക്കും കലാമിനെ പോലെ ലക്ഷ്യസ്ഥാനത്ത് എത്തണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായി പരിശ്രമിക്കുക. 10ാം ക്ലാസ് നന്നായിട്ട് വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മിഹിർജിയുടെ ഫിലിം ലേഖായിട്ടുള്ള അയാം കലാം കെ ബഹാനെ എന്നുള്ള പാഠം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഹിന്ദി ഈ ഗുരു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ബച്ചോ, ധന്യവാദ്.